ബ്രഹ്മസമാജം ഇന്ത്യയുടെ മതസാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജം. 19-ാം നൂറ്റാണ്ടിലെ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ആണികക്കല്ലായി കണക്കാക്കപ്പെടുന്ന പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജം. ഹൈന്ദവ ധർമ്മത്തിലെ അനാചാരങ്ങൾക്കെതിരെ പോരാടാനും സമൂഹത്തെ ആധുനികവൽക്കരിക്കാനുമായി രാജാറാം മോഹൻ റോയിയാണ് ഈ പ്രസ്ഥാനം സ്ഥാപിച്ചത്. ഇനി ബ്രഹ്മസമാജത്തിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. 1828 ഓഗസ്റ്റ് 20 കൊൽക്കത്തയിൽ രാജാറാം മോഹൻ റോയിയാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. ആദ്യകാല പേര് ബ്രഹ്മസഭ എന്നായിരുന്നു. പിന്നീട് ബ്രഹ്മസമാജം എന്നാക്കി മാറ്റി. ബ്രഹ്മസമാജത്തിൻ്റെ പ്രധാന ലക്ഷ്യം വിഗ്രഹാരാധന ഉപേക്ഷിക്കുക, ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കുക, ഉപനിഷത്തുകളിലെ തത്വങ്ങളെ അടിസ്ഥാനമാക്കി സമൂഹത്തെ പരിഷ്കരിക്കുക എന്നിവയായിരുന്നു. ബ്രഹ്മസമാജത്തിൻ്റെ ആദ്യ സെക്രട്ടറി താരാചന്ദ് ചക്രവർത്തി ആയിരുന്നു. 1828 ബ്രഹ്മസഭ സ്ഥാപിതമായപ്പോൾ അതിൻ്റെ ഭരണപരമായ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത് ഇദ്ദേഹമായിരുന്നു. ബ്രഹ്മസമാജം പ്രധാനമായും താഴെ പറയുന്ന മേഖലകളിലാണ് പോരാടിയത്. ഫസ്റ്റ്, സതി നിരോധനം. 1829 വില്യം ബെൻഡിക് പ്രഭു സതി നിരോധിച്ചതിന് പിന്നിൽ രാജാറാം മോഹൻ റോയിയുടെയും ബ്രഹ്മസമാജത്തിൻ്റെയും ശക്തമായ സമ്മർദ്ദമുണ്ടായിരുന്നു. സ്ത്രീ വിദ്യാഭ്യാസം. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനും വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവർ മുൻകൈയെടുത്തു. ജാതി വിവേചനത്തിനെതിരെയും തൊട്ടുകൂടായ്മയ്ക്കെതിരെയും അവർ ശബ്ദമുയർത്തി. സമാജത്തിലെ പിളർപ്പുകൾ. 1833 രാജാറാം മോഹൻ റോയിയുടെ മരണശേഷം സമാജം പല വിഭാഗങ്ങളായി പിരിഞ്ഞു. അതിൽ ആദി ബ്രഹ്മസമാജം ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെ നേതൃത്വത്തിലും ഭാരതീയ ബ്രഹ്മസമാജം കേശവ് ചന്ദ്ര സെന്നിൻ്റെ നേതൃത്വത്തിലും ആയിരുന്നു. സാധാരണ ബ്രഹ്മസമാജം. സാധാരണ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആനന്ദ മോഹൻ ബോസ്, ശിവാനന്ദ ശാസ്ത്രി എന്നിവരുടെ നേതൃത്വത്തിലാണ്. ബ്രഹ്മസമാജത്തിലുണ്ടായ രണ്ടാമത്തെ പിളർപ്പിനെ തുടർന്ന് 1878 മെയ് 15 ഇത് രൂപീകൃതമായത്.